ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 18 വർഷമായി 19 വർഷമായി ഞാൻ ബോംബെ വന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു കാര്യം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇവർക്കൊന്നും അതിഷ്ടമല്ല. അതെന്തോന്നൊന്ന് വീഡിയോയിൽ നോക്കുക. പിന്നെ ഇന്നലെ ആണെങ്കിലേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3:30 ഞാൻ അകത്തെല്ലാം കയറി വന്നിട്ട് പിന്നെ ഞാൻ ചിന്തിച്ച് വെളുത്തുള്ളി അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് വെളുത്തുള്ളി ഒന്ന് പൊളിക്കാമെന്ന് പറയും. വെളുത്തുള്ളി എടുക്കാൻ വെളിയിൽ പോകണ്ടേ, ഡാഡി അവിടെ പാൻറ്റിടുന്നു. ഞാൻ ചോദിച്ചാൽ എവിടെ പോഴാടി? മുടി വെട്ടാൻ പോവാം. ഞാൻ പറഞ്ഞെന്നാൽ പോളിനെയും കൂടെ കൊണ്ടുപോകും. ഇല്ല ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ പറഞ്ഞില്ല, പോളിനെയും കൊണ്ട് പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആരും പുള്ളി ഇപ്പോഴും ഒരു പ്രോബ്ലവും ഇല്ല, ഞാൻ തന്നെ എല്ലാം മാനേജ് ചെയ്യും, അങ്ങനെയുള്ള ഇതാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത് വെയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഇപ്പോൾ സംഭവം ഉണ്ടായി. ഇങ്ങനെ വല്ലാതെ വന്നു ഛർദ്ദിച്ചു. അങ്ങനെ എന്നിട്ട് നമ്മൾ ഓടിപ്പോകലായിരുന്നു ഇവിടെ. ഞാൻ പറയാം വേണ്ട, അവൻ വരട്ടെ, അവനിവിടെ ഉണ്ടല്ലേ. പിന്നെ എന്നെ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ വയ്യ ആൾക്ക്. പിന്നെ എന്തോന്നേലും പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞ് ഇനി എങ്ങും തന്നെ പോകേണ്ട ആവശ്യമില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ പോകാനൊക്കത്തുള്ളെന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എത്രയും നമ്മളിൽ എന്തുവാണേലും വരാനുള്ളത് വരും. പക്ഷേ നമ്മൾ കെയർ ചെയ്യാനുള്ളത് നമ്മൾ കെയർ ചെയ്യുക. പിന്നെ രാവിലെ ഈസ്റ്റ് ചേർക്കാത്ത അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് മായാണെന്ന് ചോദിച്ചേ, ചേച്ചി അത് പുളിച്ച് വരുമോ? അപ്പോൾ ഇന്ന് അതിൻ്റെ മാവ് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെ അത് വരുന്നതെന്നുള്ളത്. അങ്ങനെ പുളിച്ച് ഈസ്റ്റ് ചേർക്കുമ്പോൾ അങ്ങ് പുളിച്ച് പൊങ്ങി വരുന്ന പോലെ എന്നുള്ളതൊന്നും വരത്തില്ല. പക്ഷേ അപ്പം നല്ല സോഫ്റ്റായിരിക്കും, കുഴപ്പമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഞാൻ ഇന്നലെ മാവ് അരച്ചതായി കാണിക്കുന്നത്. ഞാൻ 2 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, ഇതെല്ലാം കൂടെ ആദ്യം ഞാൻ പച്ചരി ഒന്ന് അരച്ചിട്ട് അതിൽ നിന്ന് ഞാൻ 2 തവി മാവെടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കപ്പി കാച്ചത് നിങ്ങൾക്കറിയാമല്ലേ, അങ്ങനെ കാച്ചി ഇതിൽ ചേർത്ത്, എന്നിട്ട് ഇത്രയും സാധനങ്ങളും ചേർത്ത് ലാസ്റ്റിലിപ്പോൾ 1.5 ഈ തവിക്ക് 2 കപ്പ് മാവെടുത്തത്. എന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇങ്ങനെ ഞാൻ കലക്കി നന്നായി കലക്കുമ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായി ആദ്യം ഞാൻ സ്പൂണും കൊണ്ട് കലക്കി, പിന്നെ ഒരു വിസ്കും കൊണ്ട് നന്നായി ഇങ്ങനെ കലക്കി. കൈ കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് നിങ്ങളെ കേട്ടോ. അപ്പോൾ ചോറിന് പകരം നിങ്ങൾക്ക് വെള്ള അവലും ചേർക്കാം 1 കപ്പ്. അതൊന്ന് കഴുകിയിട്ട് ഒരു ഇച്ചിരി നേരം വെച്ചിട്ട് നമ്മൾ അരയ്ക്കാൻ നേരം അങ്ങ് അരച്ചാൽ മതി. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇത് കാണാം. അപ്പോൾ രാവിലെ ഞാൻ ഇത് നോക്കിയാണ് ഞാൻ കണ്ടല്ലേ, മാവ് ഒത്തിരി അങ്ങ് പുളിച്ച് പൊങ്ങിയിട്ടില്ല, എന്നാലൊട്ട് കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഒത്തിരി പുളി നമുക്ക് അത്ര വേണ്ടല്ലോ, ഈസ്റ്റ് ചേർത്താൽ ഇതിനേക്കായി നന്നായി പൊങ്ങി വരും. അവിടെ ഞാൻ മിക്സ് ചെയ്ത ഒന്ന് കലക്കി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. അതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ കുക്കറിൽ ഒരു വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ വിസിൽ വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ സവാള എടുത്തൊന്ന് അരിയുന്നുണ്ട്. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പം പോളിന് 7 മണിക്ക് പോകണമല്ലോ. അപ്പം മുട്ടക്കറി ആയതുകൊണ്ട് ആശാൻ രാവിലെ കഴിക്കും, അല്ലെങ്കിൽ വേറൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഫ്രൂട്ട്സ് വല്ലതും കൊണ്ടുപോകും. പിന്നെ ഉച്ചയ്ക്ക് വന്നാൽ അതുകൊണ്ട് ഇന്നലെ ചോദിച്ച് എന്തുവാന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്ന് പറഞ്ഞോണ്ടേ ഞാൻ ഒന്നും പറഞ്ഞ് കഴിച്ചിട്ട് പോകുന്നു. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം അവന്. അപ്പോൾ ഞാൻ സവാളയിൽ ഇച്ചിരി ഉപ്പൂടിട്ട് നിന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നു. മഞ്ഞപ്പൊടി ഞാൻ ഒരു ഇച്ചിരി ഇത് ഇട്ടാണ് വഴറ്റിയത്, അതുകൊണ്ട് ഇനിയും മഞ്ഞപ്പൊടി ഇടുന്നില്ല. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇല്ല, മല്ലിപ്പൊടി ഇട്ട സമയത്ത് പെട്ടെന്ന് മുളക് പൊടിയും കൂടെ ഇട്ടു. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. മുളക് പൊടി ഇട്ടതുകൊണ്ടൊരു ഇച്ചിരി ഒരു ചുമന്ന കളറായി കറിക്ക്, അല്ലെങ്കിൽ മഞ്ഞക്കറി ആയേനെയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും
ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത്, പിന്നെ 1 ടീസ്പൂൺ കടലമാവും 1.5 ടീസ്പൂൺ കടലമാവും ഇട്ടു, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അടിയിൽ ഒരിച്ചിരി പിടിച്ചത് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലേ. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയും 2 ഏലക്കയും ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ അരച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഉരുളൻകിഴങ്ങ് ആ ഉള്ളിയൊക്കെ വഴറ്റി ഇടത്തില്ലേ, ആ സമയത്തെ വേണമെങ്കിൽ ചേർക്കാം. ആ സമയത്തെ ചേർക്കുന്നതാണ് കുറേയും കൂടെ നല്ലത്. അന്നേരം അങ്ങ് കുറച്ചങ്ങ് നന്നായി വെന്ത് അങ്ങ് കുഴഞ്ഞ് കറിക്ക് നല്ല ഇത് കിട്ടും. അപ്പം ഞാനിത് അരിഞ്ഞ് വെച്ചിട്ട് പുറകെ ഇരിക്കുമായിരുന്നു, മറന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഞാൻ കുക്കർ വേവിച്ചത് കൊണ്ട് നന്നായി വെന്തു, എന്നാലും മറ്റേതുപോലെ ചെയ്യുന്നതാണ് കറിക്ക് കുറേയും കൂടെ നല്ലത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ പെട്ടെന്നുണ്ടാക്കി അവന് കഴിക്കാനുള്ളത് അവനും കൊടുത്ത്. ഇവിടെ ഇപ്പം രാവിലെ കൊടുക്കുകയാണെങ്കിൽ ഡാഡിയും കഴിച്ചോളും. ഡാഡിക്ക് അതിനൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനും റയിച്ചാനും ഈ പ്രൈസനാണെങ്കിൽ അങ്ങനെ ഒട്ടും കഴിക്കും. ചില ദിവസങ്ങളിൽ അവൻ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളത് മാഗിയോ പാസ്തയോ അങ്ങനെ എങ്ങാനാണെങ്കിൽ ഈ അപ്പം പോലും വേണ്ടാന്നും പറഞ്ഞ് നിന്ന് എനിക്കാണെങ്കിൽ അങ്ങ് കലി വന്ന്, സത്യം പറഞ്ഞാൽ അപ്പം കഴിക്കാത്ത പിള്ളേരുണ്ട്. ഇവന് ഈ പ്രൈസൻ ഇല്ല. ഓമനാൻറ്റി അന്ന് ഇവിടെ വന്നുകൊണ്ടേ പറയുമായിരുന്നു, ഈ പ്രൈസൻ ഭയങ്കര ഇതാണല്ലോ, പോള് പിന്നെ എല്ലാം കഴിക്കുമല്ലോ എന്ന്. റീച്ചാൻ്റെ കാര്യം പിന്നെ പറയേണ്ട, എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആ കറിയിൽ നിന്ന് കുറച്ച് മുട്ട, ഇപ്പോൾ രാവിലെ എല്ലാവർക്കും മുട്ട രാവിലത്തേക്കിനേ ഉള്ളൂ. പിന്നെ ആ കിഴങ്ങും കുറച്ച് കറിയും കൂടെ ഞാൻ എടുത്ത് വെച്ച് ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക്. ഈ കറിയുണ്ട് പോൾമോന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കറി ചപ്പാത്തി കഴിക്കാൻ. അപ്പം ഡാഡിക്കും എടുത്തു. നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. നമ്മൾ ഈസ്റ്റ് അരച്ചില്ലേലും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു നല്ല എടുത്തൊരു ടേസ്റ്റും അറിയാനുണ്ട്. അപ്പം ഞാൻ ഡാഡിക്കും കൊടുത്ത്, അവരും കൊടുത്തു. പിന്നെ രണ്ടെണ്ണം വെച്ച് പെട്ടെന്ന് ഞാനങ്ങ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ അന്നേരം കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ ദാണ്ട് ഒരു 9:30 കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. ഇത്രയും അങ്ങൊരു ചുമന്ന കളറില്ല കറിക്ക് കേട്ടോ. അതിനുശേഷം പിന്നെ അരിയൊക്കെ കഴുകിയിട്ടു. എന്നിട്ടും ആ കൊച്ചു ചെറുക്കൻ കഴിച്ചില്ല. വേണ്ട അവൻ അപ്പം വേണ്ട. ഞാൻ പറഞ്ഞിടാ ഒന്ന് ടേസ്റ്റ് ചെയ്യലും നോക്കുന്നത്, മുട്ടയുണ്ടല്ലോടാ വാരിത്തരാടാ, അവൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ നിർബന്ധിച്ച് വന്ന് 2 കൊടുത്ത് കഴിച്ചോണ്ടേ പിന്നെ ഒന്നും വന്ന് ഞാൻ പറഞ്ഞാൽ തരത്തില്ല. ആദ്യം പറഞ്ഞാൽ തരത്തില്ല, നിനക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന്. എന്തോ പിള്ളേരാന്ന് പറയണേ. പിന്നെ ഞാൻ കച്ചടയൊക്കെ എടുത്തോണ്ട് പോയി. ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇനി കവറൊക്കെ ഇടാനുണ്ട്. ഇത് വേറും കട്ടി കുറഞ്ഞ ഇതും ഇടാനും ബുദ്ധിമുട്ടാണ്. വേറും കട്ടി കുറഞ്ഞ അല്ല റൈച്ച മറ്റേ പൈസ ഇല്ലേ കൊടുത്തത്, നല്ല ക്വാളിറ്റിയുടെ. ആൾക്കാരടുത്ത് പറഞ്ഞേരെ, അന്ന് വാങ്ങിക്കാൻ ചെന്നുണ്ടേ കുറവായിരുന്നു ഒരെണ്ണം. അല്ല ഇപ്പൊ ഇന്നലെ ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ. റൈച്ച ഒന്നല്ല കൊണ്ടുവന്നുള്ളത്. അത് കഥമായി. ഇനി ഒരെണ്ണങ്ങളുണ്ട് 9 അവറൊക്കെ. അപ്പം നല്ല ക്വാളിറ്റിയുടെ നമ്മൾ വാങ്ങിച്ചത് അതല്ല ഇപ്പൊ തന്നത്, വെറും കട്ടി കുറഞ്ഞ. അന്നില്ലായിരുന്നു, പിന്നെ വരാൻ പറഞ്ഞു, അതിന് പകരം കൊടുത്തതാ. പറയണം നല്ല ക്വാളിറ്റിയുടെ വില എടുത്തത്, തന്നത് വെറും പന്നലാന്ന്. ഈ കളിപ്പീരല്ലി എത്ര നാൾ ജീവിക്കും കളിപ്പിച്ച്. റൈച്ചാൻ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ അകത്ത് ഇടാൻ ഈ കവർ വാങ്ങിക്കാൻ ചെന്നുണ്ടേ 2 ഉള്ളായിരുന്നു. ഒരെണ്ണം പിന്നെ തരാമെന്ന് പറഞ്ഞ് 3 പൈസ എടുത്തു. ആ കൊണ്ടുവന്നത് നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു, നല്ല വീതിയുണ്ട്, നല്ല കട്ടിയുണ്ട്. ഇതങ്ങോട്ട് കച്ചട നമ്മൾ ഇടുന്ന ഉടനെ അത് വേണമെങ്കിൽ അങ്ങ് കീറും. അതുപോലുള്ള നൈസ് പേപ്പർ എന്ന് വേണേൽ പറയാം. അപ്പം ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ നോർമൽ സൗണ്ട് ഇതാ. ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല ഈ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെ പറയും, ചേച്ചി റേച്ചാനോട് സംസാരിച്ചത് എന്തു ദേഷ്യത്തിലാന്ന്. പക്ഷെ അല്ല, ഞാൻ ഈ വീഡിയോ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അന്നേരം മനസ്സിലാവും. പക്ഷേ എത്ര ഞാൻ ഇതായിട്ട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ അങ്ങ് വലിയ ഇതിലാണ് തോന്നുന്നത്. എന്തോ ചെയ്യാനാ, ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാൾ ഇപ്പോൾ കൊടുത്തു വിട്ടത് വേറും കളിപ്പീര് സാധനം, വേറും കളിപ്പീര്. അന്ന് അങ്ങാരുടെയിൽ 2 ഉള്ളായിരുന്നു. 3 പൈസ എടുത്തിട്ട് പറഞ്ഞ് നെക്സ്റ്റ് ടൈം വരുമ്പം അത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനാ ഈ കാണിച്ചത്. ഇന്നലെ വാങ്ങിച്ചത്
1.5 കിലോ 100 രൂപ. ഇപ്പം ഞങ്ങളിൽ പച്ചക്കറി വാങ്ങിക്കത്തില്ലേ, അവിടെ ആണെങ്കിൽ ഇത് ഒരെണ്ണം 20 രൂപയൊക്കെയുള്ളതെന്ന് റീച്ചാൻ പറയും. നോക്കട്ടെ മധുരം ഉണ്ടോന്ന്. ഇത് ഞങ്ങളന്ന് ബീഫ് ഫ്രൈഡേ പോകണേ. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ള ഈ എല്ലിൻ്റെ അകത്തുനിന്ന് ഉറിഞ്ചി തിന്നുന്നതേ ബീഫേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് എല്ലും ബീഫ് കൂടാ. അതിവിടെ ഇഷ്ടമല്ല ഇവിടെ ആർക്കും. എന്തായാലും ഞാൻ പറഞ്ഞു എനിക്കിത് ഇതാ ഇഷ്ടമാണ്. അപ്പം റീച്ചാൻ പറഞ്ഞാൽ 1/2 കിലോ വാങ്ങിച്ച് നിനക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതിപ്പോൾ ഇന്ന് അതെടുക്കുക. അപ്പം ഞാൻ ഇച്ചിരി ബീഫ് കട്ട്ലേറ്റിന് വേണ്ടി ഒരു ഇച്ചിരിയും എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തീരുന്നുണ്ട്. ഓരോ പീസ് അവർക്ക് കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഉരുളൻകിഴങ്ങ് ഇടാം. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് കറി അവർ കൂട്ടും. ഇത് തിന്നുന്നു. പ്രീസിന് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. ഇച്ചിരി ഫാറ്റോടൊക്കെ കൂടിയുള്ളതാണ്. 1/2 കിലോയേ ഉള്ളൂ. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് തൊട്ട് ഞങ്ങൾ ബീഫ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇതിഷ്ടമാണ്. അപ്പോൾ റീച്ചാൻ പറയും നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറയും. പിന്നെ ഈ 2 ടൈപ്പ് ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ച്. ഇന്നിപ്പോൾ എന്ത് വന്നില്ല, ഞങ്ങളവിടെ നിന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അത് കണ്ടപ്പം എനിക്കൊന്ന് വാങ്ങിക്കണമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് ഇച്ചിരി കൂടെ വേറെ ഉള്ളത് കൊണ്ട് ഇതുകൂടി ഇട്ടങ്ങ് ഉണ്ടാക്കുക. സാധനം വാങ്ങിച്ച തേങ്ങ, പാസ്ത, സവാള 40 രൂപ കിലോ, ഉപ്പ്, പഞ്ചസാര, വെളുത്തുള്ളി കിലോ 200. അപ്പോൾ എനിക്കൊരു അച്ചാറിൻ്റെ ഓർഡർ വന്നായിരുന്നു, വെളുത്തുള്ളി അച്ചാർ. ഞാനങ്ങനെ ഇടാറില്ല ഇപ്പോൾ വില ആയതുകൊണ്ട്. ഞാൻ ഇപ്പോൾ പണ്ടത്തെ വില ഇട്ട്, അപ്പം ഇപ്പോഴത്തെ വെളുത്തുള്ളിയുടെ എക്സ്ട്രാ വില എടുത്തിട്ട് ബാക്കിയെല്ലാം എൻ്റെ സെയിം റേറ്റ് വേണമെന്ന് അങ്ങനെ വില ഇട്ട് കൊടുത്തോണ്ട് 1/2 കിലോ പറഞ്ഞപ്പോൾ 1 കിലോ വെളുത്തുള്ളി വാങ്ങിച്ച്. ഇതിന് ഇതാ ഞാൻ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരി, കണി എന്ന് പറയും, കണി റൈസ്. അത് പൊടിയായിട്ടിരിക്കുന്ന കേട്ടോ. ഇത് നേരത്തെയൊക്കെ 23 രൂപയുള്ളായിരുന്നു. 23. ഇപ്പോൾ എത്ര 40 രൂപ. അതുകൊണ്ട് ഇങ്ങനെ പൊടി പോലെ ഇരിക്കും. അപ്പോൾ തുണിയൊക്കെ അങ്ങായി. ഇന്നലെ കഴിയ തുണികളൊക്കെ അങ്ങോട്ട് കട്ടിലയിലോട്ട് കൊണ്ട് ഇട്ടിട്ട് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കയറി അകത്ത് പോകുമ്പോൾ എന്തുവന്നേലും കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ. ആ സമയത്ത് അല്ലെങ്കിൽ അനു വരുന്ന സമയത്ത് തുണികൾ മടക്കും. അഥവാ അരിയാനൊന്നും ഇല്ലെങ്കിൽ അനു വരുന്ന സമയത്ത് ഇരുന്ന് മടക്കും. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനമേ മടക്കത്തുള്ളൂ. എല്ലാം കൊണ്ട് അവിടോട്ട് കൊണ്ടിടണം. ഈ മടക്കം എനിക്ക് ഇഷ്ടമേ അല്ലെന്നുള്ളതാണ്. നനച്ച് വിരിക്കുന്നതൊരു പരിപാടി, പിന്നെ ഈ മടക്കുന്നതൊരു പരിപാടി. ഞാൻ എന്നിട്ട് പോളിൻ്റെ കൊടുത്തിട്ട് പറയാം, അവനെന്തോ ചെയ്യുന്നോ എല്ലാം കൂടെ മടക്കാതെ കുത്തി എടുത്ത് അങ്ങോട്ട് കബോർഡിലോട്ട് തള്ളിക്കയറ്റും. ചെയ്യത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ചെയ്യടാ എന്ന്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇപ്പം ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് മടക്കിയിട്ട് അവൻ്റെ കൊടുക്കും. തലയെ വെച്ചുകൊണ്ട് പോവും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പച്ചൻ്റേത് മാറും, അവൻ്റേതും മാറും. അപ്പം ഞാൻ കുറച്ച് തുണി എടുത്ത് അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് അവിടുത്തെ അങ്ങ് വിരിക്കുന്നു. മണ്ട തുണി എടുത്തോണ്ട കണ്ണിൽ വീണു. അപ്പം ഞാൻ സവാളയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട്, ഇത് ഇച്ചിരി 1/2 കിലോ ഉള്ള, അപ്പം നമുക്ക് കഴിക്കാല്ലേ, അങ്ങനെ കൂടുതൽ ഇഷ്ടം ചെയ്യുന്നിട്ട് വൈകിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പം പലരും കമൻറ്റിൽ പറയാമായിരുന്നു, അയ്യോ കുക്കറിൻ്റെ അകത്ത് കറിവേപ്പിലിടല്ലേ, അതിൻ്റെ വിസിൽ അടഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത ഐഡിയ എന്തുവന്നോ, ഇങ്ങനെ ചെയ്യാമോന്നും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എൻ്റെ ഐഡിയയിൽ അങ്ങ് ചെയ്താൽ, ഞാൻ സവാളയും 2 സവാള അരിഞ്ഞ് ചേർത്തു, വെളുത്തുള്ളിയും, പിന്നെ അതിൻ്റെ അകത്ത് അടിയിലങ്ങ് കറിവേപ്പിലയിട്ട്, എന്നിട്ട് പൊടികളിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ബീഫ് ഇടുമ്പം കറിവേപ്പില മേളിൽ കയറി വരത്തില്ലായിരിക്കുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ എല്ലാം ഇച്ചിരി കുരുമുളകും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന്, ഇപ്പം ഞാൻ ഇതും ഉരുളൻകിഴങ്ങ് കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്യും. ഉരുളൻകിഴങ്ങ് ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ഇട്ടത്. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഈ കറികളിലൊക്കെ ഉരുളൻകിഴങ്ങ് ഇടുന്ന ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവന്മാർക്കെന്ന് പറയും പോളിന്, കൊച്ചതിന് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ഇതിൻ്റെ ചാറുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി പേസ്റ്റ് കൂടെ ഇടുന്നുണ്ട്.
അപ്പം ഇത് മറ്റേ ബീഫിൻ്റെ അത്രയും വേവും ഇല്ല ഇതിന് കേട്ടോ. ആ എല്ലിൽ നിന്ന് ഇതിങ്ങ് വിട്ട് വരും ആ മാംസം. ഈ മാംസം വേറൊരു പ്രത്യേക ടേസ്റ്റ്. ഇവർക്കൊന്നും ഇതറിയത്തില്ലല്ലേ. ഇവർക്കല്ലാതെ ഒട്ടും ഫാറ്റില്ലാത്ത ബോണില്ലാത്തതല്ലേ വേണ്ടിയത്. പിന്നെ ഇവർക്കെല്ലാം 2-3 പീസായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ 2 ഉരുളൻകിഴങ്ങ് കൂടെ ആകുമ്പോഴത്തേന് ഇതിന് വൈകിട്ടത്തേക്കിനാണ് ഇത് കേട്ടോ. ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞല്ല അവരുടെ. അപ്പോൾ മറ്റേ കറി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചപ്പാത്തി അവർക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ രാത്രി കൊടുക്കുമ്പോൾ എല്ലാവർക്കും 2-3 കുഞ്ഞു പീസും ഉണ്ടായിരുന്നു. 2 ഉരുളൻകിഴങ്ങ് കൂടെ ആകുമ്പം റെഡി. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊച്ചവനും പറഞ്ഞു നല്ല ടേസ്റ്റാണ് മമ്മി. ചപ്പാത്തിക്ക് നല്ല അടിപൊളിയായിരുന്നു. ചൂട് ചോറുണ്ടാക്കി ഇതങ്ങോട്ട് ഒഴിച്ച് തിന്നാൻ എൻ്റെ ദൈവമേ നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുണ്ട് മറ്റേത്. അത് ഞാൻ എന്തോ ഇതെന്നോ എനിക്ക് അന്നേരം അറിയാം. അതിന് ഈ ബീഫ് നമ്മൾ കയ്യിലെടുക്കുമ്പോഴേ നമുക്കറിയാം ഈ എല്ലിൻ്റെ അകത്തെ അധികം വേവില്ലാത്തതാണ്. ഞാനതുകൊണ്ട് ആ കഷ്ണങ്ങൾ നല്ല വേവുള്ളതായിരുന്നു അന്ന്. അപ്പം ഞാനത് കഷ്ണങ്ങൾ ഒരു 2 വിസിൽ ഞാനൊന്ന് അടിച്ചെടുത്ത്. എന്നിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്തിട്ട് 3-4 വിസിലോടെ അടിച്ചത്. അത് കറക്റ്റായിരുന്നു. നമുക്ക് കാണുമ്പം ചിലതൊക്കെ അറിയാമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ എല്ലിൻ്റെ അകത്തില്ലാത്ത ഇതിനേക്കാൾ വേവായിരുന്നു മറ്റേ കഷ്ണത്തിന്. അത് 2-3 വിസിൽ ഞാൻ അടിച്ചിട്ട് ഇട്ടതുകൊണ്ട് നല്ലതായി. അല്ലെങ്കിൽ ഇത് വേവാതെ കിടന്നേനെയായിരുന്നു. ആ മസ്ക് മെലനെടുത്ത് കട്ട് ചെയ്യാമെന്ന് വെച്ച് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് നല്ലത്. പക്ഷേ നല്ല മധുരമായിരുന്നു കേട്ടോ. ആ ചെറുക്കൻ പറഞ്ഞാലും മധുരം. ഞാൻ നേരം അവനോട് പറയുകയും ചെയ്തു, മധുരം അല്ലെങ്കിൽ ഞാൻ നാളെ തിരിച്ചു കൊണ്ടുവരും. സാധാരണ ഇതിന് അങ്ങനെ മധുരം വരുന്നതല്ല. അപ്പോൾ ഇതിനൊരു സ്മെല്ലുണ്ട്. ചില സമയത്തിൽ കോളിഫ്ലവറിൻ്റെ ഒരു സ്മെല്ല് പോലെ വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിടണേ. കഴിക്കാത്ത പോൾ വന്ന് ആദ്യം അത് ഞാൻ കഴിക്കുന്ന കണ്ടാവും വേണ്ടാന്നും പറഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം തിന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു നല്ല മമ്മി നല്ല മധുരം ഉണ്ടെന്ന്. പിന്നെ അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ കഴിക്കുക. എല്ലാവർക്കും കൂടെ പിന്നെ കൊച്ചില്ലായിരുന്നു ഇവിടെ. അപ്പം ഞാനും പോളും ഡാഡിയും കൂടെ കഴിച്ച്. പിന്നെ അവർക്ക് വൈകിട്ട് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതൊക്കെ വിസിൽ വന്ന് ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഒന്ന് തുറന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.